ഉചിതം എന്താണെന്നോ അല്ലെങ്കിൽ ധർമ്മം എന്താണെന്നോ സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കായി വിധി ഒരവസരം തീർച്ചയായും നൽകുന്നതാണ്. എന്താണ് ഉചിതമെന്ന് മനസ്സിലാക്കുവാനായിരിക്കും ആ അവസരം. ധർമ്മം എന്താണെന്ന് വിവേകത്തെ ഉണർത്തുവാനും അവസരം നൽകുന്നതാണ്. പിന്നെ അവസരം നൽകുന്നത് സ്വന്തം അന്തരാത്മാവിന്റെ വിളി കേൾക്കുവാനാണ്. എന്നാൽ ഇതൊന്നും ഫലവത്തായില്ലെങ്കിൽ വിധിയുടെ കയ്യിൽ ഉറപ്പായും ഒരു അവസാന മാർഗം അവശേഷിക്കുന്നുണ്ട്. അതാണ് മഹാവിനാശം. ഈ മഹാവിനാശം അത് വരാൻ കാലതാമസമെടുക്കും, പക്ഷെ തീർച്ചയായും വരുന്നതാണ്. എന്നാൽ എപ്പോഴാണോ ആ മഹാവിനാശം വരുന്നത്, ആ സമയം മഹാവിനാശത്തിന്റെ വേദന സമസ്ത മനുഷ്യരാശിയുടെയും വേദനയേക്കാൾ ഉറപ്പായും ഒരുപാട് അധികമായി തീരാറുണ്ട്. ഇക്കാര്യം എപ്പോഴും ഓർമ്മിച്ചുകൊള്ളുക. എന്നാൽ മറ്റൊരു വ്യക്തി ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നയാളാണ്. അയാൾക്ക് അഥവാ ഒരു തെറ്റ് സംഭവിച്ചാൽ ഈ വിധി നിശ്ചയമായും അയാളെ പരീക്ഷിക്കുന്നതാണ്. ആ സമയം മനുഷ്യർ വിചാരിക്കുന്നു വിധി അയാൾക്ക് കഠിനമായ ശിക്ഷ നൽകിയെന്ന്. എന്നാൽ സമയത്തോടൊപ്പം നമ്മൾ എല്ലാവരും കാണുന്നതാണ്, അതായത് ആ വ്യക്തി ആ പരീക്ഷണത്തിൽ വിജയായി കഴിയുന്ന ആ സമയത്ത് അയാൾ ഈ കാണുന്ന സമസ്ത പ്രപഞ്ചത്തിനും ഒരു പ്രേരണയായി മാറുന്നതാണ്. എന്നുവച്ചാൽ വിധി ഓരോ വ്യക്തിക്കും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലവും നൽകുന്നു, പിന്നെ അതിനുള്ള ശിക്ഷയും നൽകുന്നതാണ്. പിന്നെ വ്യത്യാസം നിങ്ങളുടെ സമയവും ചിന്തയും തമ്മിൽ മാത്രമാണ്. അപ്പോൾ ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എന്നോടൊപ്പം സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ രാധേ.